രുചിഭേദങ്ങൾ. എല്ലാ കൂട്ടുകാർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. പെട്ടെന്ന് പിസ്സ കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രെഡ് പിസ്സയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്. വളരെ സിമ്പിളാണ്, ബേസിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ കുട്ടികളൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുക. വെജിറ്റേറിയൻ ആണ്, ഓവൻ ഇല്ലാതെയാണ് ചെയ്ത് കാണിക്കണേ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കണേ മുമ്പായിട്ട് നമ്മുടെ ചാനൽ രുചിഭേദങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണേ. ഇൻഗ്രീഡിയൻസ് എല്ലാം നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു സവാള മുറിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് ഒരു തക്കാളി, ഒരു ക്യാപ്സിക്കം. ഇതെല്ലാം ഞാൻ ചതുര കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മുറിക്കാം. ഇനി വേണ്ടത് റെഡ് ചില്ലി ഫ്ലേക്സ് ആണ്. അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കാവുമ്പോൾ അധികം എരിവിടാതിരിക്കുകയാണ് നല്ലത്. കുറച്ച് ഓറിഗാനോ ഇട്ട് കൊടുക്കണം. പിന്നെ പെപ്പർ പൗഡർ ഓപ്ഷണലാണ്, വേണ്ടവർ മാത്രം ചേർത്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ റെഡ് ചില്ലി ഫ്ലേക്സ് നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാവുന്നതാണ്. പിന്നെ ഓറിഗാനോ നമുക്ക് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് മിക്സഡ് ഹെർബ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലിട്ട് കൊടുക്കുക കേട്ടോ. ഇന്നത് ഇടാൻ പാടുള്ളൂ എന്നൊന്നുമില്ല, നമ്മൾ വീട്ടിലുണ്ടാക്കുകയല്ലേ. അപ്പോൾ കുട്ടികൾ കഴിക്കാത്ത വെജിറ്റബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ട് കഴിക്കും കേട്ടോ. പിന്നെ വേണ്ടത് സാൻഡ്വിച്ച് ബ്രെഡാണ്. അപ്പോൾ മിൽക്ക് ബ്രെഡ് എടുക്കുക, വിരോധമൊന്നുമില്ല, കുറച്ച് മധുരം ഉണ്ടാവുമെന്ന് മാത്രം. അപ്പോൾ അതിങ്ങനെ ഞാനിവിടെ പിസ്സയുടെ ഷേപ്പിൽ തന്നെയാണ് ഉണ്ടാക്കാനായിട്ട് വിചാരിക്കുന്നത്. അതുകൊണ്ട് 4 ബ്രെഡ് ഒരു പ്ലേറ്റിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇതാ ഒരു ചെറിയ മൂടി കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നല്ല റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് പിസ്സയുടെ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും. നമ്മൾ സാധാരണ ബ്രെഡിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. ഞാൻ അങ്ങനെയും ചെയ്ത് കാണിക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി എക്സ്ട്രാ വന്ന പീസസൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ഏത് പാനിലാണോ നമ്മൾ പിസ്സ സെറ്റ് ചെയ്യാൻ പോണത് ആ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ബ്രഷ് ചെയ്യണം. ഇനി ഈ ബ്രെഡ് പീസസ് കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിലാക്കി വെച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് പിസ്സ സോസാണ്. പിസ്സ സോസ് കയ്യിലില്ലാത്തവർ ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ കെച്ചപ്പോ എടുത്തിട്ട് അതിൽ കുറച്ച് പെപ്പർ പൗഡറും ഒറിഗാനോവും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല കേട്ടോ. ചിലവർക്ക് ഇത് ഒരുപാട് തേക്കണത് ഇഷ്ടമാണ്, ചിലവർക്ക് കുറച്ച് തേക്കണ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. കുട്ടികൾക്ക് അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാലാണ് അവർ നന്നായിട്ട് ഇഷ്ടപ്പെടുക. പിന്നെ വേണ്ടത് മോസറെല്ല ചീസാണ്. മോസറെല്ല ചീസ് തന്നെ വേണമെന്നില്ല, ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ഇല്ലാത്ത പക്ഷം നമ്മൾ സാധാരണ ചീസ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതും ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ ഞാൻ നല്ലോണം തന്നെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവുകൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. പിന്നെ വീട്ടിൽ തന്നെ എങ്ങനെയാണ് മോസറെല്ല ചീസ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കണം. ഇതിൽ യെല്ലോ ക്യാപ്സിക്കം അതുപോലെ റെഡ് ക്യാപ്സിക്കം ഒലീവ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും കേട്ടോ. കാരണം പിസ്സയിൽ അതൊക്കെയാണല്ലോ മെയിനായിട്ട് ചേർക്കാറ്. വീണ്ടും ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടെ റെഡ് ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇടണ ഈ കാര്യങ്ങളൊക്കെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് ഈവണായിട്ട് എത്താനായിട്ട് നോക്കണം കേട്ടോ. എന്നാലേ ഒരേപോലുള്ള ഫ്ലേവർ പിസ്സയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളിത് പിസ്സ ബേക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ്. ഓവനിൽ വേണമെങ്കിൽ ബേക്ക് ചെയ്യാം. അതുപോലെ നമ്മളിപ്പോൾ ചെയ്യണത് സ്റ്റൗ ടോപ്പിലാണ്. ഞാനിവിടെ ഒരു ദോശക്കല്ല് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു പാൻ വെച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ ബ്രെഡല്ലേ പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റായി വെക്കുകയും ചെയ്യാം. പക്ഷേ നല്ല ഫ്ലെയിം കുറച്ച് ഒരു 5 മിനിറ്റിനകമൊക്കെ അത് പെട്ടെന്ന് ആവും കേട്ടോ. അപ്പോൾ ഞാനിത് ദോശക്കല്ല് വെക്കണതുകൊണ്ട് എനിക്ക് കുറച്ച് അധികം സമയം, ഒരു 7-8 മിനിറ്റൊക്കെ വേണ്ടി വന്നു കേട്ടോ ബേക്കായി കിട്ടാനായിട്ട്. അപ്പോൾ ചീസ് മെൽട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് സമയം നോക്കണമെന്നില്ല.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ സാധാരണ ബ്രെഡ് കഷ്ണങ്ങളിലും ഇതേപോലെ പ്രൊസീജിയർ ചെയ്തിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം. നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടി ഇമ്പ്രസ്സായി ഹാപ്പി ആവും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയും ചെയ്ത് കാണിക്കണേ കേട്ടോ. അപ്പോൾ നമ്മൾ മോസറെല്ല ചീസ് ഇട്ടത് കൊണ്ട് തന്നെ നല്ലതായിട്ട് അത് ചീസ് മെൽട്ടായി നല്ല പെർഫെക്റ്റായി വെലിഞ്ഞ് വരുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സയാണ്. ഡോയുടെ വ്യത്യാസം ഒഴിച്ചു ബാക്കി എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.